അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ഈ വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അല്ലാഹു അതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. റമദാൻ മാസവുമായി ബന്ധപ്പെട്ടതും അല്ലാതുള്ള മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നാം പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് സ്വാലിഹത്തായ ഭാര്യയും പെണ്ണിനെ സംബന്ധിച്ച് നല്ല ഒരു ഭർത്താവിനെയും അള്ളാഹുവിനെ പേടിയുള്ള തഖ്വയുള്ള ഒരു ഭർത്താവിനെ കിട്ടുക. ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടുന്ന ഭാഗ്യമാണ് ആ ദാമ്പത്യ വല്ലരിയിൽ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുക. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബന്ധപ്പെടുന്നതിന് മുമ്പ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച അദ്കാറുകൾ ചൊല്ലിയിട്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രസവത്തോടുകൂടി കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് മുലയൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. 2 വർഷം ഉമ്മ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം. അതാണ് കുഞ്ഞിന്റെ ആരോഗ്യമെന്ന് ഡോക്ടർമാർ വരെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സർട്ടിഫൈ ചെയ്ത കാര്യമാണ്. എന്നാൽ ഒരു 4-5 കാര്യങ്ങൾ ഈ ഉമ്മ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ് ചട്ടമ്പിയാകില്ല, കള്ളുകുടിയനാകില്ല, വ്യഭിചാരിയാകില്ല, പലിശക്കാരനാകില്ല. നിന്നെയും നിന്റെ ഭർത്താവിനെയും, അതായത് ഈ കുഞ്ഞിന്റെ ഉമ്മയെയും ബാപ്പയും അവനോ അല്ലെങ്കിൽ അവളോ സ്വർഗത്തിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളാക്കും. അങ്ങനെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റുമാറാകട്ടെ. വെറും ദുആ കൊണ്ട് മാത്രം ഇത് പറ്റില്ല. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുലയൂട്ടുന്ന ഉമ്മ ഇരുന്നു കൊണ്ട് തന്നെ കുഞ്ഞിന് മുലയൂട്ടണം, അല്ലെങ്കിൽ കിടന്നുകൊണ്ട്. അതായത് ഇരുന്നു കൊണ്ടായിരിക്കണം മുല കൊടുക്കേണ്ടത് ഒരു ഉമ്മ. പ്രത്യേകം എൻ്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം. കാരണം കിടന്നുകൊണ്ട് മുല കൊടുത്താൽ ഉദര രോഗത്തിനും തലച്ചോറിന്റെ സെറിബെല്ലത്തിനും കുട്ടിക്ക് കേടാണ് എന്ന് വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഡോക്ടർ, എന്റെയും നിങ്ങളുടെയും രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ നീ കുഞ്ഞിന് മുല കൊടുക്കുന്നത് ഇരുന്നു കൊണ്ടായിരിക്കണം. 2, കിബിലയ്ക്ക് മുന്നിട്ടിട്ടായിരിക്കണം നീ മുല കൊടുക്കുന്നത്. എൻ്റെ ദാറുൽ മജ്ലിസിൽ കുഞ്ഞുങ്ങൾക്ക് കരച്ചിലെന്ന് പറഞ്ഞ് മിക്കവാറും വരുന്ന 10 കേസുകളിൽ 8 ഇതായിരിക്കും. അവരോടൊക്കെ ഞാൻ പറയാറുള്ള ഒരേ ഒരു കാര്യം മഹാന്മാക്കൾ പഠിപ്പിച്ചത് ഇതാണ്: ഈ ഉമ്മ കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ അത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബിസ്മി കൊണ്ട് ആരംഭിക്കുക. ബിസ്മി കൊണ്ട് ആരംഭിക്കണം. ബിസ്മി പറയാതെ ഒരു കാരണവശാൽ കുഞ്ഞിന് ഉമ്മ മുലപ്പാൽ നൽകരുത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുടൻ അൽഹംദുലില്ലാ പറയും. ഇതുപോലെ കുഞ്ഞ് മുല കുടിച്ച് തീർന്നാലുടൻ ഈ ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറയുക. വുളൂഓടുകൂടിയായിരിക്കണം ഈ ഉമ്മ കുഞ്ഞിന് മുല കൊടുക്കുന്നത്. വലത് ഭാഗത്ത് നിന്ന് പാൽ കൊടുത്ത് തുടങ്ങണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കുഞ്ഞ് നല്ല സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞാകും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അന്ധവിശ്വാസവും കൂടി ഞാൻ പറയുകയാണ്. മിക്കവാറും ഭാര്യയുടെ ഉമ്മമാരാണ് ഇവിടെ പാരയായിട്ട് വരുന്ന ഒരു കാര്യം. ഈ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിന്റെ മുറിയിൽ ഭർത്താവ് കയറിക്കൂടാ എന്നൊരു വിശ്വാസമുണ്ട്. അത് ഒരിക്കലും മുസൽമാന് ചേരുന്ന പരിപാടിയല്ല, അവന് ചേരുന്ന ഭൂഷണമല്ല. അത് ക്രൈസ്തവ മതക്കാരിൽ നിന്ന് കിട്ടിയ ആചാരമാണ്. ഇസ്ലാമിൽ അങ്ങനൊരു ആചാരവും ഇല്ല, അനാചാരവും ഇല്ല എന്ന് ഈ മുസ്ലിം സഹോദരന്മാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ 5 കാര്യങ്ങൾ ചെയ്താണ് ഒരു ഉമ്മ കുഞ്ഞിന് മുല കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന കണക്ക് ദിക്റും ചൊല്ലൂല, ഈ പറയുന്ന കണക്ക് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മളൊരു 10ാം ക്ലാസ് 15ാം ക്ലാസ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആകും, മോൻ അങ്ങോട്ടാകുമ്പം ഉസ്താദെ മോൻ കള്ളുകൂടി തുടങ്ങി, മോന് സിഗരറ്റ് വലി തുടങ്ങി, മോൻ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാക്കാരന് ഫാൻസ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നു, ഒരു ദുആ പറഞ്ഞു തരണമെന്ന് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശിഷ്യ എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് വസിയത്ത് ചെയ്തു. തൽക്കാലം വിട. അസ്സലാമു അലൈക്കും.